സ്ട്രീറ്റിൽ നിന്ന് തന്നെ പഠിക്കാം. ഓക്കെ. ആദ്യം രണ്ട് കൈയും സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് റൈറ്റിലേക്ക്. ഒന്നാമതേ എനിക്ക് അപമാനം കൊണ്ട് നിക്കക്കള്ളിയില്ല യൂട്യൂബില്. ഈ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു പൂർത്തിയാവും. എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം ദേവ് കളിക്കണമെന്ന് കാണട്ടെ. ജസ്റ്റ് പാടി ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ടാവോ? അമ്പോ, ഇത് എത്ര ദിവസം കൊണ്ടായി ഈ പാട്ട് ഈ ഡാൻസ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് മുഴുവൻ പഠിച്ചേ? ഒറ്റ ദിവസം എടുത്തുള്ളൂ? ഒറ്റ ദിവസം എത്ര നേരം റിപ്പീറ്റ് ചെയ്തു? ആദ്യം ഒരു ദിവസം ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പഠിച്ചു, ഇത്തിരി ഒരു 10 മിനിറ്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ജസ്റ്റ് നോക്കി ഇത്തിരിയൊക്കെ പഠിച്ചു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഫുൾ പഠിച്ച് പിന്നെ പ്രാക്ടീസ് ചെയ്ത് ശരി. ആക്ച്വലി ഈ ദേവുവിന്റെ പിയർ ഗ്രൂപ്പിൽ ഇവിടെ ആരാ ഉള്ളത്? അതായത് അച്ഛൻ ബിസിനസ്സുമായിട്ട് അച്ഛൻ അങ്ങനെ തിരക്കിൽ പോകുന്നു, അമ്മയ്ക്ക് രാവിലെ ഓഫീസിൽ പോകണം, അമ്മൂമ്മ, പിന്നെ ഇതിനൊക്കെ ആരാ കൂടെ നിക്കുന്നേ? മിക്കപ്പോഴും ഫ്രീ ആകുമ്പോഴും അച്ഛനും അമ്മൂമ്മയൊക്കെ കൂടെ ഉണ്ടാകും, അപ്പം സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഡാൻസ് ഒക്കെ കളിക്കാനൊക്കെ ആയിട്ട് ആരാ ഇവിടെ ഡാൻസ് കളിക്കുന്ന ആരാ ഉള്ളേ? ദേവു കഴിഞ്ഞു കഴിഞ്ഞാ? ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഡാൻസ് കളിക്കുന്ന പറഞ്ഞ അമ്മയുണ്ടോ? അമ്മ അങ്ങനെ ഡാൻസ് അല്ല, അമ്മ കൂടുതലും ക്രാഫ്റ്റ്സ് ആണ്. അമ്മ നന്നായിട്ട് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യും, പിന്നെ അമ്മ സ്റ്റിച്ച് ചെയ്യും. അപ്പൊ ഡാൻസ് ആരാണ് ഇവിടെ ഉള്ളത്? അച്ഛനാന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് പറയണമെന്നുണ്ട്, എന്താ പറയാനും പറ്റണല്ലോ. അങ്ങനെയാണോ? അച്ഛൻ ഡാൻസ് കളിക്കോ? ഇല്ല. ഇല്ലേ? അച്ഛനെ ഡാൻസ് കളിക്കാൻ എപ്പോഴെങ്കിലും ദേവ് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ആരോടെങ്കിലും പറയാറുണ്ടോ എന്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ? ആരെങ്കിലും നിർബന്ധിക്കാറുണ്ടോ? അച്ഛനെയോ അമ്മയെയോ അമ്മൂമ്മയോ ഒക്കെ? ഞാൻ ഓൾറെഡി വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുന്നുണ്ട്, പിന്നെ ഭരതനാട്യം പഠിക്കുന്നുണ്ട്, പിന്നെ വെസ്റ്റേൺ ഡാൻസ് പഠിക്കുന്നുണ്ട്, പിന്നെ പിയാനോ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ എവിടെയാടാ ഈ കുഞ്ഞു ബോഡിയിൽ പറ്റുന്നേ ഇത്രയും സാധനങ്ങള്? അതിന്റെ കൂടെ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, ഞാൻ സിനിമയ്ക്ക് പോകുന്നുണ്ട്, സ്റ്റേജ് നീന്താൻ അറിയാം. നിങ്ങൾ കാണുന്ന ഈ പെരിയാർക്കില്ലേ, പകുതി ദൂരമൊക്കെ നീന്തിയിട്ട് തിരിച്ചു വരുമെന്ന്. എന്നിട്ട് എനിക്ക് വലിയ വലിയ ക്ലാസ് ഒക്കെ ഇവിടെ. നമ്മൾ പുഴയിൽ നീന്തുന്നതും അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നതും രണ്ടാണ്. എന്തായിരുന്നു വ്യത്യാസോടാ? പൂളിൽ നീന്തുമ്പോ നമുക്ക് പിന്നെയും എല്ലാം കണ്ട് നീന്താം, തല താഴ്ത്തി വെച്ച്. പുഴയിൽ നീന്തുമ്പോ നമ്മൾ മിക്കപ്പോഴും തല പൊക്കി നീന്തണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നീന്തൽ അറിയില്ലാത്ത എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ദേവു. അപ്പൊ ചേച്ചിക്ക് ഡാൻസ് പഠിക്കണ്ടേ? വേണ്ട, ഞാൻ പരമാവധി ആ ഡാൻസ് എന്നുള്ള ടോപ്പിക് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. നീ എന്നെ എളുപ്പം പറ്റുന്ന വല്ല മറ്റേ ക്ലാസിക് ഡാൻസ് പഠിപ്പിച്ചു തരുമോ? ഇത് ഈസിയാ. നീ അയ്യോ